അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വസ്ത്രവുമായി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിലേക്ക് എത്തിയ രംഗമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിന് ഖമീസു യൂസുഫ് എന്ന് പറയും. കാരണം ആ വസ്ത്രം പല ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. ആദ്യം കളവായി വരുന്നുണ്ട്, പിന്നെ തെളിവായി വരുന്നുണ്ട്, പിന്നെ മരുന്നായി ആ വസ്ത്രം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചരിത്രം പറഞ്ഞു പോകുമ്പോൾ ആ ഓരോ ഘട്ടങ്ങളും നമ്മൾ പറയും. അപ്പോൾ ആദ്യം കളവായി പിന്നെ സഹോദരന്മാർ കൊണ്ടുവന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ഒന്നാമത്തെ ഭാഗം അവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ കിണറ്റിൽ കഴിയുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം, വജാഅത്ത് സയ്യാറ, ഒരു യാത്രാ സംഘം അതിലൂടെ വരികയാണ്. സയ്യാറ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ എന്ന് പറയും. അല്ലാമ എന്ന അർത്ഥത്തിലാണെങ്കിൽ ധാരാളം യാത്ര ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ വഴിയിലൂടെ ധാരാളമായി യാത്ര ചെയ്യുന്ന, സ്ഥിരമായി അതിലൂടെ പോകുന്ന ഒരു യാത്രാ സംഘം. അവർക്കാണ് അവിടെ ഒരു കിണറുണ്ട് എന്നും ആ കിണറിൽ വെള്ളമുണ്ട് എന്നും അറിയാം. ആ വഴിയിലൂടെ, കാരണം ഇത് ആൾപ്പാർപ്പില്ലാത്ത, അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പം അതിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു സംഘത്തിനാണ് അവിടുത്തെ കിണറും അതിൻ്റെ വഴിയും അവിടെ വെള്ളമുണ്ട് എന്നതൊക്കെ അറിയുക. അപ്പം ആ യാത്രാ സംഘം വന്നു. ഫഅർസലൂ വാരിദഹും ഫഅദ്ലാ ദൽവ, അവരുടെ വെള്ളമെടുക്കുന്ന ആളെ അവർ പറഞ്ഞയച്ചു. ആ യാത്രാ സംഘത്തിന് ആവശ്യമായ വെള്ളമെടുക്കാൻ ആ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞയച്ചു. അവർ അവരുടെ കയ്യിലുള്ള ദൽവ, ആ ബക്കറ്റ്, അത് കിണറ്റിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വഴിയും ഇല്ലാത്ത ഘട്ടം. പിടിച്ചു കയറാൻ ഒരു പടിയില്ല, മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണില്ല, 7 വയസ്സാണ് പ്രായം. ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വഴിയും ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ അള്ളാഹു വഴി കാണിക്കും. അള്ളാഹുവിൻ്റെ സുന്നത്ത് അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ ഇടപെടൽ അത്ഭുതമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു തുറന്ന വഴിയുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എവിടെയും നമ്മൾ വഴിമുട്ടിപ്പോകൂല. അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ നമ്മളുടെ വഴി മുട്ടിപ്പോവുകയില്ല. എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു തുറന്ന വാതിലുണ്ട്. ആ വാതിൽ നമ്മൾ മുട്ടുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ആ വാതിലിൽ ചോദിക്കുന്നില്ല, നമ്മൾ നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്നില്ല. റബ്ബ് നമ്മളെ കേൾക്കാനും നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനും നമ്മളെ സഹായിക്കാനും അള്ളാഹു ഒരുക്കമാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ആ തൊട്ടിലിൽ ചെറിയ യൂസുഫ് എത്തുന്നു. ആ വെള്ളമെടുത്തയാൾ അത് മുകളിലേക്ക് വലിക്കുമ്പോൾ കുട്ടിയെ കാണുകയാണ്. ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം, എൻ്റെ സന്തോഷമേ. നിങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? സന്തോഷം, ഒരു തൊട്ടിൽ, പിന്നെ ഒരു ബക്കറ്റ് വലിച്ചെടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ കിണറ്റിൽ വീണു, ഒരാൾ പിന്നെ ആ കയറ് വലിച്ച് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മളെ കാണുന്നത്, ഇപ്പം എന്താ പറയുക? ഇന്നാലില്ല എന്നല്ലേ പറയാം. ഇന്നാലില്ല, പടച്ചോനെ കുടുങ്ങി, അല്ലേ? നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ വലിച്ച ആൾക്ക് എന്താ ഉണ്ടാവല്? എന്തൊരു സന്തോഷം എന്നാണ് പറയുക. പ്രതീക്ഷിക്കാതെ ഒരു കുട്ടിയെ ഒരു ബക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്നാലില്ല, എങ്ങനെയാണ് ഈ കുട്ടി ഇതിൽ വീണത് എന്നല്ലേ ചിന്തിക്കുക. ആകെ അത്ഭുതപ്പെടല്ലേ ചെയ്യുക. പക്ഷെ പറഞ്ഞതെന്താ? യാ ബുശ്റ, എൻ്റെ സന്തോഷമേ. എന്തൊരു സന്തോഷം! അഥവാ ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന
സൗന്ദര്യമായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്. ആ കുട്ടിയെ കണ്ടപ്പോൾ അത്ര സന്തോഷമാണ് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അത്ര സൗന്ദര്യം ആ ചെറിയ യൂസുഫിൻ്റെ മുഖങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കണ്ടപ്പോൾ സന്തോഷമാണ് വരുന്നത്. ഞെട്ടുന്നതിന് പകരം മറ്റെന്തെങ്കിലും പറയുന്നതിന് പകരം അത്ഭുതപ്പെടുകയാണ്. സൗന്ദര്യത്തിൻ്റെ പകുതിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. എന്താണ് ആ സൗന്ദര്യത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ? ആദം നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യത്തിൻ്റെ പകുതി. ഏറ്റവും അധികം സൗന്ദര്യം ആദം നബി അലൈഹി സ്വലാമിനാണ്. സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ രൂപത്തിലാണ്, ഉയരത്തിലാണ്. അപ്പം ആദം നബിയുടെ പകുതി സൗന്ദര്യം അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. അതാണ് ആ പകുതി എന്ന് പറഞ്ഞാൽ. ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ആരാണ്? അത് ആദം നബി അലൈഹി സ്വലാമാണ്. അസ്ല് ആദം നബി അലൈഹി സ്വലാമാണ്. ആദം നബി അലൈഹി സ്വലാമിൽ നിന്നാണ് മറ്റുള്ളവർ. അപ്പം അത്രയും സൗന്ദര്യമുള്ള ആ കുട്ടിയെ കണ്ടതുകൊണ്ടാണ് ഒന്ന് പറയാനുള്ള കാരണം. മറ്റൊരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത് അത് അള്ളാഹു പറയിപ്പിച്ചതാണ്. കാരണം കുട്ടി തൊട്ടിലിലാണ്. ആ ഉയർത്തുന്ന സമയത്ത് കുട്ടിയെ കണ്ട് ഇയാൾ അലമുറയിട്ടാൽ ചിലപ്പോൾ കുട്ടി നേരെ പേടിച്ച് താഴേക്ക് വീഴും. കുട്ടി പേടിക്കാൻ കാരണമാകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ ഇടപെടൽ അവിടെ ഒരു ഞെട്ടുന്നതിന് പകരം, അലമുറയിട്ട് കരയുന്നതിന് പകരം, ആളുകളെ വിളിച്ചു കൂട്ടുന്നതിന് പകരം അദ്ദേഹം ഒരു സന്തോഷം അയാളുടെ മനസ്സിലേക്ക്, അയാളുടെ നാവിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ മദിയനിൻ്റെയും മിസ്റിൻ്റെയും ഇടയിലാണ് ഈ കിണറുള്ളത്. മദിയനിൻ്റെയും മിസ്റിൻ്റെ ഇടയിലാണ് ഈ കിണറുള്ളത്. കിണറിൽ നിന്ന് കച്ചവട സംഘത്തിൻ്റെ കൈകളിലേക്ക് കുട്ടിയെത്തുന്നു. ഇനി മിസ്റിലേക്കുള്ള യാത്രയാണ്. കച്ചവട സംഘം അസറൂഹു ബിദാഅ, ആ കുട്ടിയെ രഹസ്യമായി ഒളിപ്പിച്ചു. ഒരു കച്ചവടച്ചരക്ക് പോലെ അവരുടെ ആ കച്ചവടച്ചരക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച് അതിവേഗം അവർ യാത്ര തിരിച്ചു. വശറൗഹു ബിസമനിൻ ബഖ്സിൻ, വളരെ വില കുറഞ്ഞ തുച്ഛമായ വിലക്ക് ആ കുട്ടിയെ കച്ചവടം ചെയ്തു. കച്ചവടക്കാരാണ്, നല്ല ലാഭത്തിന് വിൽക്കണം. പക്ഷെ കിട്ടിയ വിലക്ക് അവരെന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വിറ്റു. ഏതാനും ദിർഹമുകൾ, ഏതാനും വെള്ളി നാണയങ്ങൾ. രണ്ട് കാരണമാണ്. ഒന്ന്, വെറുതെ കിട്ടിയതാണ്. അപ്പം എന്ത് കിട്ടിയാലും ലാഭമാണ്, ഒരു മുടക്കില്ലല്ലോ. യാത്രയിൽ കിണറ്റിന്ന് കിട്ടിയതാണ്. അപ്പം എത്ര കിട്ടിയാലും ലാഭമാണ്, നഷ്ടമില്ല. മറ്റൊന്ന്, കൂടുതൽ ആളുകളെ വിലപേശി കാത്തിരുന്നാൽ ചിലപ്പോൾ തിരഞ്ഞ ആളുകൾ വരും. ഇതിൻ്റെ ഓണർ വന്നാൽ, കുടുംബക്കാർ വന്നാൽ അപ്പോൾ പ്രശ്നമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തടിമൊന്ന് കഴിച്ചിലാക്കണം. അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് തിരിച്ചു പോകണം. അങ്ങനെ കിട്ടുന്ന ഏതാനും ദിർഹമുകൾ, ആ ദിർഹമിന് അവർ കച്ചവടം ചെയ്തു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വിൽക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വാങ്ങുന്നത് അസീസു മിസ്ർ, മിസ്റിലെ അസീസാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെയുള്ള ഷുർത്തയുടെ പോലീസ് അതുപോലെയുള്ള നിയമ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിലെ ഏറ്റവും ഉയർന്ന ദർജയിലുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അപ്പോൾ കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്കാണ് എത്തുന്നത്. കിണറ്റിലേക്ക് കൊല്ലാനാണ് എറിഞ്ഞത്. പക്ഷേ അള്ളാൻ്റെ തീരുമാനം കൊട്ടാരത്തിലേക്ക് എത്തണം. അള്ളാഹു ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. മിസ്റിലാണ്. പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ മിസ്ർ എന്ന പ്രയോഗം, മിസ്ർ എന്ന നാട് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശമാണ്. മിസ്റിൻ്റെ ചരിത്രം നമ്മൾ വായിക്കണം. ഒരുപാട് വികാരനിർഭരമായ രംഗങ്ങൾ നമുക്ക് ആ മിസ്റുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാനുണ്ട്. മിസ്ർ എന്ന ഭാഷയിൽ അതിർത്തി ഭദ്രമായ പട്ടണം, അതിനെയാണ് ശരിക്ക് മിസ്ർ എന്ന് ഭാഷയിൽ പറയാം. അതിർത്തി സുരക്ഷിതമായ സ്ഥലം, അതിനെയാണ് മിസ്ർ എന്ന് പറയാം. അങ്ങനെ മിസ്റിലെ അസീസ് കുട്ടിയെ വാങ്ങി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ഭാര്യയെ വിളിച്ചു. ഭാര്യയുടെ പേര് സലീഹ എന്നതാണ്. സലീഹ, നമ്മൾ പാട്ടിൽ സുലൈഖ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പാടും. സലീഹയാണ്. സലീഹയെ വിളിച്ചു. സലീഹയെ കുട്ടിയെ ഏൽപ്പിച്ചു. മാന്യമായ താമസം നൽകാൻ ആവശ്യപ്പെടാണ്.
സാധാരണ ഒരു അടിമക്ക് അല്ലെങ്കിൽ ജോലിക്കാരന് അവിടെ എവിടെയെങ്കിലും പായ് വിരിച്ച് കിടന്നോ എന്ന് പറയലല്ലേ, അല്ലെങ്കിൽ ആ പുറത്തുള്ള റൂമിൽ കിടന്നോ എന്ന് പറയലാണ്. അവിടെ കൊട്ടാരത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ടാകും. അവിടെ നനക്കാൻ, ജോലികൾ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷെ ഒരു തൊഴിലാളിയായി അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിട്ടല്ല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണ്. നത്തഖിദഹു വലദ, നമുക്കൊരു കുഞ്ഞിനെ പോലെ അവനെ നോക്കാം. അവർക്ക് മക്കളില്ല, സന്താനമില്ല. അപ്പോൾ ഒരു കുട്ടിയെപ്പോലെ സ്നേഹം നൽകി ആ കുഞ്ഞിനെ, ചെറിയ യൂസുഫിനെ വളർത്താം എന്നതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അസീസ് ആ കുട്ടിയുടെ രൂപത്തിൽ നിന്ന് മനസ്സിലാക്കി ആ കുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരു സാധാരണ ഒരു ജോലിക്കാരനാക്കി അടിമയാക്കി വെക്കേണ്ടതല്ല. മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, അഫ്രസുന്നാസി സലാസ, ജനങ്ങളിൽ ഫറാസത്ത്, പിന്നെ അഥവാ അഫ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൽക്ക് നോക്കിയിട്ട് ഹുൽക്ക് പറയും, ആ രൂപം നോക്കിയിട്ട് സ്വഭാവം പറയും, സ്വഭാവം മനസ്സിലാക്കും. ഖാരിജ് നോക്കിയിട്ട് ദാഖിൽ മനസ്സിലാക്കും, പുറമെ നോക്കിയിട്ട് ഉള്ളു മനസ്സിലാക്കും. അങ്ങനെ ശരീരത്തിൻ്റെ രൂപം നോക്കി, ശരീരം നോക്കി, പുറംഭാഗം നോക്കിയിട്ട് ഒരാളെ അളക്കാനും ഒരാളെ മനസ്സിലാക്കാനും കഴിവുള്ളതിനെയാണ് അഫ്രസ് എന്ന് പറയാം. അതിൽ സമർത്ഥന്മാർ 3 ആളുകളാണ്. ഒന്ന് അസീസു മിസ്ർ, മിസ്റിലെ അസീസ്. കാരണം യൂസുഫിൻ്റെ രൂപം കണ്ടപ്പോൾ മനസ്സിലായി ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഇവിടെ ജോലിക്ക് നിർത്തേണ്ട ഒരാളല്ല, ആദരവോടുകൂടെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട കുട്ടിയാണ് എന്ന് മനസ്സിലാക്കി. മറ്റൊന്ന് ഇബ്നത്തു ഷുഐബ്, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ മനസ്സിലാക്കി. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപം കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു ഇദ്ദേഹം അമീനാണ്, വിശ്വസ്തനാണ്, കവിയാണ്, കരുത്തുള്ള ആളാണ്. മൂസാ നബിയെ കണ്ട് അവർ തിരിച്ചറിഞ്ഞു. മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തെ പറയാനുള്ള കാരണം മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇസ്ലാമിക ഭരണം ഏൽപ്പിക്കുന്നത് ഉമറിനെയാണ്. ഉമറിൻ്റെ രൂപം കണ്ടു, ഉമറിനെ നോക്കിയിട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ഖൈറായ വ്യക്തി ഉമറാണ്. അങ്ങനെ ഉമറിനെ ഇസ്ലാമിക ഭരണം ഏൽപ്പിച്ചു. ഈ 3 ആളുകൾ ആ വിഷയത്തിൽ വളരെ അഗ്രഗണ്യന്മാരാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാറുണ്ട്. അറബികൾക്കിടയിലുള്ള ചില സാമർഥ്യങ്ങളായിരുന്നു. കാല് നോക്കിയിട്ട് നസബ് പറയും. ഒരാളുടെ ശരീരം നോക്കിയിട്ട് ഇന്ന കുടുംബമാണ്, ഇന്ന വീട്ടുകാരാണ് എന്ന് കാല് നോക്കിയിട്ട് പറയും. കാൽപ്പാട് നോക്കിയിട്ട് ആളെ പറയും. കാൽപ്പാട് നടന്നു പോയ കാൽപ്പാട് നോക്കിയിട്ട് അത് ഇന്ന ആൾ പോയതാണ്, അത് ഇന്ന കുടുംബക്കാരുടെ ഇതാണ് എന്ന് കാൽപ്പാട് നോക്കിയിട്ട് പറയും. ഒരു പ്രദേശത്തേക്ക് നോക്കിയിട്ട് അവിടെ എവിടെയാണ് വെള്ളമുള്ളതെന്ന് പറയും. അതിലൊക്കെ വളരെ സാമർഥ്യമുള്ള ആളുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അടയാളങ്ങൾ നോക്കി കാര്യങ്ങൾ പറയുന്ന വ്യക്തികൾ. ഇപ്പം ഇയാസ് ബിൻ മുആവിയ, അങ്ങാടിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ. അപ്പം അതിലൊരു മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ അടുത്തുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തി വാസിത്തുകാരനാണ്, അദ്ദേഹം ഒരു മുദരിസാണ്, അദ്ദേഹം ഗുലാമിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചെന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ്? വാസിത്തുനിന്നാണ്. നിങ്ങളെ ജോലി എന്താ? അധ്യാപകനാണ്. എന്താ ഇപ്പം ചെയ്യുന്നത്? ഗുലാമിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും ആൾക്കൂട്ടത്തിൽ നിന്ന് ഇയാസ് എന്ത് ചെയ്തു? ആ വ്യക്തി ഏത് നാട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്, അദ്ദേഹം ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ നടത്തം, ആ രൂപം, ആ പെരുമാറ്റം, അത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി പറഞ്ഞു. അപ്പം അങ്ങനെ സമർത്ഥന്മാരായ ആളുകൾ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഏത് കുടുംബക്കാരാണ് എന്ന് ശരീരം നോക്കി പറയാൻ കഴിയുന്ന, കാൽപ്പാട് നോക്കി ആളെ മനസ്സിലാക്കാൻ കഴിയുന്ന, എവിടെയാണ് ഉറവയുള്ളത് എന്ന് ആ പ്രദേശത്തേക്ക് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയുന്ന അത്തരം ആളുകളുണ്ടായിരുന്നു. ഏതായിരുന്നാലും നമ്മുടെ ചരിത്രം, കിണറിൽ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം കൊട്ടാരത്തിലേക്കെത്തി. കൊട്ടാരത്തിലെത്തിയിട്ട്
ഇനിയുള്ളത് പരീക്ഷണത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. കൂടുതൽ കടുപ്പമുള്ള പരീക്ഷണത്തിലേക്ക് വിശ്വാസിയുടെ ജീവിതം പരീക്ഷണം നിറഞ്ഞു നിൽക്കുന്നതാണ്. അടുത്ത പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ.